എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മളിന്നുള്ളത് കാച്ചടിയിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പോണ വഴിയിലാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി ഞങ്ങൾ ഇതാ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കുറേ കച്ചവടക്കാരും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് കൈനോട്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കുട്ടികളും ചെക്കന്മാരും ഒക്കെ ഉണ്ട് അതിനെ പൊഴിഞ്ഞ് നിൽക്കണേ. കുറേ ആൾക്കാർ കൈയൊക്കെ നോക്കി പറയുന്നുണ്ട്, കുറേ ആൾക്കാർ ചിരിച്ചുണ്ട് ഒക്കെ ഉണ്ട്. എനിക്കൊണ്ട് ഇതേമാതിരി കൈയൊക്കെ നോക്കാനൊക്കെ ഒരാഗ്രഹം. ഇക്കായ്ക്കോന്നറിയില്ല, എന്തായാലും നമുക്ക് ഇതിനുള്ളിൽ ആദ്യം പോയി നോക്കാം. ഷെസൂട്ടൻ കേട്ടോ, അതിൻ്റെ ഉള്ളിൽ തത്തമ്മ ഉണ്ടാവുമല്ലോ ഒരിടത്ത്, അത് കണ്ടിട്ട് അതെന്താന്ന് ചോദിക്കുകയാണ്. പൊട്ടൻ്റെ കളിയുണ്ട്. ആൾ പൊട്ടനൊന്നല്ല, സമർത്ഥക്കാരനാണ്. എന്നോടത്ത് വിളവില്ല, വേണ്ടാവിടെ വിളവുണ്ട്. ആദ്യം കണ്ട പെണ്ണിനെ കിട്ടൂല, പിന്നെ കണ്ട പെണ്ണിനെ കിട്ടുള്ളൂ. 28 വയസ്സിൻ്റെ ഉള്ളിൽ കല്യാണം തെളിഞ്ഞു. വിദ്യകൊണ്ട് പഠിച്ചുകൊണ്ട് തോന്നില്ല, വിധിയുണ്ട്. ഈ പഠിപ്പിച്ച കാര്യപ്പെട്ട് വേണ്ടാച്ചാലേ കാര്യപ്പെട്ട് ഒന്നും ഉണ്ടാവില്ല. അവിടെ കുട്ടികളെ കയ്യോക്കലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നടക്കട്ടെ, നമുക്ക് ഇതിനുള്ളിലേക്കൊന്ന് പോയേക്കാം. ഈ ഉത്സവത്തിന് വന്നുള്ള പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ഈ ഉത്സവം കാണുന്നതിനെക്കാട്ടിയും ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അതിനെക്കാട്ടിയും ഭയങ്കര ഇഷ്ടം ഈ കച്ചവടക്കാരെടുത്ത് പോയിട്ട് പല സംഭവങ്ങളും ഉണ്ടാവും, ഒക്കെ എടുത്ത് നോക്കുക, സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അത് വാങ്ങുക ഇത് വാങ്ങുക. വാങ്ങിയിട്ടില്ലെങ്കിലും ജസ്റ്റ് കാണാനൊരു ഭയങ്കര ഉത്സവത്തിന് മെയിനായിട്ട് പോലെ ആ ഒരു പരിപാടിക്ക് കേട്ടോ. ഈ കച്ചവടക്കാരെടുത്ത് സാധനം വാങ്ങാനും അതിന് ഇതിനൊക്കെ വാങ്ങുന്നില്ല, എന്നാലും ചെറുതായിട്ട് കുറച്ചൊക്കെ നോക്കിയാൽ കുറച്ച് ഒന്നെങ്കിലും വാങ്ങാൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെ നമ്മളിതിനുള്ളിൽ വരികയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കീറി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ, കച്ചവടക്കാരടുത്തേക്കൊക്കെ പോലെ. പിന്നെ ഇവിടെ ഒരു വണ്ടിയിൽ അതാ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു താത്ത. ഇവിടെ കുറച്ച് ആൾക്കാർ കൂടിക്കുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, കമ്മലിൻ്റെ ഐറ്റംസ് ആട്ടോ ഫുള്ള്. സംഭവം ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഫുള്ള് ഈ ലൈറ്റ് എത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുട്ടികളെ കളിക്കണേ ടോയ്സുകൾ, അതൊക്കെയാണ് കേട്ടോ. ടോപ്പ് ഇതൊക്കെ കണ്ടിട്ട് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കുറച്ചൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇവിടെ മൺപാത്രങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിനുള്ളിലൊക്കെ ഒന്ന് പോയേക്കാം.
അങ്ങനെ അതാ ഫുള്ള് ടോയ്സും സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ വന്നാൽ എന്ത് സാധനം എടുത്താലും അതിൻ്റെ ഒരു ഇരട്ടി ക്യാഷ് കൊടുക്കേണ്ടി വരും കേട്ടോ. സാധനങ്ങൾക്കൊക്കെ നല്ല വിലയിക്കാരം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒന്നും വാങ്ങാനൊന്നും നിന്നിട്ടില്ല. ഷെസൂട്ടൻ അതാ അവൻ്റെ അപ്പം എല്ലാം കാണിച്ചു കൊടുത്ത് കൊതിപ്പിക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ മെയിനായിട്ടുള്ള ഐറ്റംസൊക്കെ പോവാം. ഫാൻസി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഫാൻസി ഒന്നും വല്ലാണ്ട് യൂസ് ചെയ്തില്ല. അതുകൊണ്ട് ഇതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല എടുത്തു വാ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ആഗ്രഹം ഇപ്പം സാധിച്ചു തന്നു. പിന്നെ ഷെസൂന് 2 കാറൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.